ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മുടെ ബീഫ് തേങ്ങ കൊത്തിട്ട് വെക്കാൻ പോകുന്നതാട്ടോ കാണുന്നത്. അതിനായിട്ട് ഞാനൊരു 250 ചുവന്നുള്ളിയും ഒരു മുറി തേങ്ങയൊക്കെ മൂപ്പിച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതേ സവാള 4 അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് മല്ലിയിലും വേപ്പിലൊക്കെ ആക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ നമ്മൾ മൂപ്പിച്ച ചുവന്നുള്ളി തേങ്ങയൊക്കെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടോ. അത് കഴിഞ്ഞ് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിൽ മല്ലിയിലയും വേപ്പിലയും മസാലകൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. വേവിച്ചെടുക്കണം. ഒരു 6 വിസിലാണ് വേഗം നല്ല ഇറച്ചിയാണ് വെന്ത് കിട്ടിയിട്ടോ. എന്നിട്ട് ഇതേ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലും മല്ലിയിലയും പച്ചമുളകൊക്കെ ഇട്ട് നമ്മൾ ആ എണ്ണയിലാണ് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അത് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന 4 സവോള അത് ഇട്ടിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു പിടുത്തം വരും ചീഞ്ചട്ടി. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടോ. വഴന്ന് വന്നതിന് ശേഷം മുളക് പൊടി വരുന്നുണ്ട്. കാശ്മീർ ചില്ലിയാണ്. ഓരോരുത്തരുടെ എരിവനുസരിച്ച് നമുക്ക് മുളക് പൊടി പാകം ചെയ്യാം കേട്ടോ. ഓരോരുത്തരുടെ ഇതാണ് മുളക് പൊടിയുടെ ഉപ്പിൻ്റെയൊക്കെ അളവേ. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഇളക്കിയതിന് ശേഷം നമ്മളിതാ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും അതിൻ്റെ ചാറൊക്കെ നമ്മളതിൽ ഒഴിക്കുക കേട്ടോ. നന്നായിട്ട് എന്നിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗരം മസാല ഇട്ട് കൊടുക്കുന്നത്. ഗരം മസാല എന്ന് വെച്ചാൽ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പട്ട അതൊക്കെ ചേർത്ത് പൊടിച്ച മസാല കേട്ടോ. നമ്മൾ ഇത് മേടിച്ച് വറുത്ത് പൊടിക്കാട്ടോ ചെയ്യുന്നത്. എന്നിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കാൻ അമ്മ ഒന്ന് സെറ്റ് ആവട്ടെ എന്ന് വെച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. അമ്മയ്ക്ക് ബീഫ് വെക്കാൻ നന്നായിട്ട് അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ബീഫ് ഉണ്ടാക്കും ഇപ്രാവശ്യം എന്ന് പറഞ്ഞിട്ടാട്ടോ. ബീഫ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഇത്തിരി കൊളാവലാണ് പതിവ്. ഞാൻ അത്ര ഉണ്ടാക്കാറില്ല. ചിക്കനിലാണ് ഭയങ്കര കഴിവ് തെളിച്ചെടുക്കണത്. ഇതൊക്കെ നിങ്ങൾ വിചാരിക്കുക എങ്ങനെ കിട്ടിയെന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. പിന്നെ ഞാൻ ബിരിയാണി റൈസായിട്ട് ഉണ്ടാക്കുന്നത്. ബിരിയാണി റൈസ് ഉണ്ടാക്കാൻ ഞാൻ അതുപോലെ തന്നെ 1.5 സവോള നൈസാക്കി അരിഞ്ഞു. തക്കാളി ഇഞ്ചി പച്ചമുളക് എല്ലാം ഇതാക്കിട്ടോ. നെയ്യിൽ കശുവണ്ടി വറുത്തെടുത്തിട്ടാണ്. നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി അനുസരിച്ച് ഞാൻ അരക്കിലോ അരിക്കുള്ളതാണ് ഇത് ആദ്യം സെറ്റാക്കിയിട്ടാണ്. പിന്നെ ഞാൻ ചേട്ടൻ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു 1/4 കിലോ അരി കൂടി സെറ്റാക്കി ഇതാക്കി. അപ്പോൾ ക്വാണ്ടിറ്റി ഇത്തിരി സാധനങ്ങൾ കുറവുണ്ടായിരുന്നു കേട്ടോ. ഒന്നാലും സാരില്ല, നമ്മൾ ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കാൻ തന്നു കേട്ടോ. നന്നായിട്ട് ഇത് മൂത്ത് വന്നു കേട്ടോ. എൻ്റെ കണ്ണ് തെറ്റിയതാണ് ഉണ്ടായത്. അതൊക്കെ സെറ്റാക്കിയിട്ടാണ്. പിന്നെ ഞാൻ എന്തോ ഒന്ന് മറന്നുണ്ട്. അതിങ്ങനെ ഓർത്തോർത്ത് ഇരിക്കുകയാണ് കേട്ടോ. സവോള ഇടേണ്ടേ. അപ്പോൾ ഈ സവോള അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയ ഇതാക്കി അരികളൊക്കെ വിടർത്തുണ്ടേ. എന്നിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. ഈ സവോള വാടണമെങ്കിൽ നമ്മൾ എന്താണെന്നറിയാൻ ചെയ്യുന്നത്, ഒരു തുണ്ട് ഉപ്പും 1 സ്പൂൺ പഞ്ചസാരയും ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് വേഗം വഴന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഗ്യാസ് അധികം ചിലവാകുന്നില്ല കേട്ടോ. ഞങ്ങൾ ഗ്യാസിൽ തന്നെ എന്താ എപ്പോഴും ഉണ്ടാക്കുന്നതായിരിക്കും നിങ്ങൾ ആലോചിക്കേണ്ടവ. ഞങ്ങൾക്ക് ഒന്നാമത് വിറക് കിട്ടാനൊരു വഴിയില്ല. പിന്നെ രണ്ടാമത് ഇവിടുത്തെ വിറകടുപ്പിൻ്റെ ഇത് കേടാണ്. അപ്പോൾ അത് കാരണം അത് യൂസ് ചെയ്യാറില്ല. ഞങ്ങൾക്കൊരു ഗ്യാസ് മേടിച്ച് കഴിഞ്ഞാൽ 2 മാസമെങ്കിലും മിനിമം നിൽക്കാറുണ്ട് കേട്ടോ. പിന്നെ അത് പ്രശ്നമല്ല. ഞങ്ങൾക്ക് അത്രയും ഇങ്ങനെ പാചകമൊന്നുമില്ല. ഇപ്പോഴാണ് ഞാൻ കുക്കിങ്ങിലൊക്കെ ആക്റ്റീവായി തുടങ്ങിയത്. കണ്ടോ, ഞാൻ പറഞ്ഞു പഞ്ചസാര ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം അത് വഴന്ന് കിട്ടുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇടയ്ക്ക് കൊടുക്കുക കേട്ടോ. ഒന്നും കൂടി കളറൊക്കെ മാറുന്ന വരെ. സോറി, ഇടയ്ക്ക് എനിക്കൊരു വിക്കലും തപ്പലൊക്കെ വേണ്ടി എന്നോട് ക്ഷമിക്കുക കേട്ടോ. ഇതാ മല്ലിയിലേ ഞാൻ മറന്നുണ്ടായിരുന്നത്. അത് ഞാൻ സെറ്റാക്കി ഇങ്ങനെ വെച്ചു കേട്ടോ. ഇത് കണ്ട് നാരങ്ങ നീരിൽ കളറൊക്കെ ചേർത്ത് 3 ഗ്ലാസ് അരിയാട്ടോ ഞാൻ ഇട്ടത്. അത് നമ്മളൊരു 20-30 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്താൻ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ആലുവയുടെ റൈസാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വെള്ളത്തിൽ കുതിർത്തി വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ വലിയൊരു ഉരുളിയല്ല, എന്നാലും ഞങ്ങൾക്ക് നല്ലൊരു ഉരുളി പോലത്തെ ഒരു ചട്ടി എടുത്തു. അതിൽ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ച് പട്ടയൊക്കെ കൂടി ഒന്ന് മൂപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാനത് അര സവോള 1 തക്കാളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി 3-4 വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് വഴണമൊന്നുമില്ല, എന്നാലും അതിലൊന്ന് ഉടഞ്ഞ് കിട്ടിയാൽ മതി. തക്കാളിയൊക്കെ അതൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തക്കാളി മൂത്തൊന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാമെന്നറിയോ, അതിൽ എണ്ണ തെളിഞ്ഞ് വരും തക്കാളി ഇടുമ്പോൾ. അങ്ങനെയാണ് തക്കാളിയുടെ ചുവ പോയെന്ന് നമ്മളറിയാൻ പറ്റും. ഞാൻ ലേശം വേപ്പിലിട്ട് കൊടുത്തുട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്തൊക്കെ ചേർക്കണ്ടെന്നുള്ളത്. ഇത് വേണമെങ്കിൽ നമുക്ക് സിമ്പിൾ കുക്കർ ബിരിയാണി ആയിട്ട് ആക്കാം കേട്ടോ. അതായത് കുക്കറിൽ നമ്മൾ അരി എടുക്കുന്നതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് ഈ മസാലകളെല്ലാം ഇട്ടിട്ട് ഒരു വിസിലടുപ്പിക്കണമെന്നില്ല, ഒരു 10 മിനിറ്റ് വേവിക്കാൻ പറ്റാൽ മതി കേട്ടോ. ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വെളിച്ചെണ്ണയിലാണ് ഈ അരിയൊക്കെ നെയ്യിലൊക്കെ അരി വറുത്തെടുക്കും. അപ്പോൾ ഈ നെയ്യ് വറുത്തെടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ ബിരിയാണിക്ക്. എന്നിട്ട് അതിൻ്റെ ഇരട്ടി നമ്മൾ 3 കപ്പ് അരി എടുത്ത് സ്ഥിതിക്ക് 6 കപ്പ് വെള്ളം ഒഴിച്ചു. മുറി ചെറുനാരങ്ങ നീരും പിഴിഞ്ഞെടുത്തു കേട്ടോ. പിന്നെ ആവശ്യമുള്ള ഉപ്പ്. നിങ്ങൾ വിചാരിക്കുക എനിക്ക് അത്രയും ഞാൻ നല്ല കൈയൊക്കെ കഴുകി നീറ്റിൽ തന്നെ കേട്ടോ ഇതൊക്കെ ഇടുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഉപ്പിന് കൈയളവാണ്. എനിക്ക് ആ കയ്യിലെടുത്താലും എനിക്കറിയില്ല. എൻ്റെ ഉപ്പിടലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും ഉപ്പിട്ട് കഴിഞ്ഞ് ചില സമയത്ത് നന്നായിട്ട് കൂടും, ചില സമയത്ത് ഉപ്പുണ്ടാവില്ല. അതാണ് എൻ്റെ അവസ്ഥ. ഇത് കണ്ട് നന്നായിട്ട് വെന്ത് തുടങ്ങി. അപ്പോൾ കുറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, പക്ഷെ കൂടി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ കൈയളവിലാണ് എനിക്കറിയാം. കാരണം ഇതൊക്കെ ഞാൻ പഠിച്ചത് എൻ്റെ അച്ഛൻ്റെ അടുത്താണ് കേട്ടോ. അച്ഛൻ നല്ലൊരു പാചകക്കാരനായിരുന്നു. അപ്പം പച്ച മേടിച്ചിട്ട് 2 വർഷമായി. അത് കഴിഞ്ഞിട്ട് ഞാൻ കേട്ടോ ബിരിയാണിയൊക്കെ വെന്തു. നമ്മളൊരു ഇത്തിരി വെള്ളത്തോട് കൂടി തന്നെയാണ് നമ്മൾ ദമ്മിടേണ്ടത് കേട്ടോ. അപ്പോൾ അടിയിലൊരു
സ്റ്റീലിൻ്റെ അലുമിനിയത്തിൻ്റെ പാത്രം ഗ്യാസിൻ്റെ അടുപ്പിന് മേലെ വെക്കുക ദമ്മിടുമ്പോൾ. അതൊന്ന് അതിന് മീതിയായിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലാട്ടോ റൈസ് ഇടുന്നത്. റൈസ് ഇടുമ്പോൾ അതിനുള്ളിൽ ആ മഞ്ഞ കളറുള്ള വെള്ളവും നെയ്യും അണ്ടിപ്പരിപ്പും കശുവണ്ടിയൊക്കെ വറുത്തതും എല്ലാം ഇട്ട് കൊടുക്കുക. പൈനാപ്പിൾ നീരും നാരങ്ങ പിന്നീരും അങ്ങനെ സെറ്റാക്കി നമ്മളുടെ ബിരിയാണി നല്ല ടൈറ്റ് ചെയ്ത് അടച്ച് വെച്ച്